ഹേ ഫാം. അപ്പൊ എന്നാ അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ കാര്യത്തിലേക്ക് അടക്കാം. രാവിലെ തന്നെ പപ്പനെ കൊണ്ട് മെയിൻ സാധനം മേടിപ്പിക്കാൻ വിട്ട്. വേറെ ഒന്നുമല്ല, ദേ ഇത് തന്നെ സംഭവം. ഇപ്പൊ കത്തിയുണ്ടാവൂലോ. അതന്നെ, ക്രിസ്മസ് ഒക്കെ അല്ലേ, വൈനില്ലാണ്ട് എന്ത് ആഘോഷം. അപ്പൊ വാ, നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം മുന്തിരി നല്ലോണം വിനീഗറും ബേക്കിംഗ് സോഡയും ഇട്ട് വൃത്തിയാക്കി വെച്ച് ഒന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ എടുത്തത് 5 കിലോ മുന്തിരി ആട്ടോ. അങ്ങനെ ഡ്രൈ ചെയ്ത ശേഷം ഭരണി എടുക്കുക, നന്നായി വൃത്തിയാക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിന് 30 വർഷത്തിൻ്റെ ആയുസ് ഉണ്ട് കേട്ടോ. അതായത് പാരമ്പര്യമായിട്ട് കൈമാറിയ വൈൻ ഭരണി. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം മുന്തിരി ഇടാം, എന്നിട്ട് കുറച്ച് ഷുഗർ, പിന്നെ മുന്തിരി, ഷുഗർ, മുന്തിരി, ഷുഗർ, എഗെയിൻ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ലാസ്റ്റ് ഹാഡ് വോൾ സ്പൈസസ്, പിന്നെ കുറച്ച് ഈസ്റ്റ്, ഒരു 50 ഗ്രാം ഗോതമ്പ് ഫോർ ഫെർമെൻറ്റേഷൻ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആഡ് വാട്ടർ ഇഫ് യു വാണ്ട്. എന്നിട്ട് ഇതിനെല്ലാം ശ്വാസം മുട്ടിച്ച് കൊല്ലണം. എയർ ടൈറ്റ് ആക്കി കെട്ടി ആൻഡ് സ്റ്റോറിന് ഡാർക്ക് അന്ധകാരം. ഒരു ഡേ ഇടവിട്ടിട്ട് തുറന്നിട്ട് ഇളക്കി വീണ്ടും തുറന്ന് ഇളക്കി, അങ്ങനെ ഒരു ഡേ ഇടവിട്ട് ചെയ്യണം. ഈ പ്രോസസ്സ് 25-ാം തീയതി വരെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഇയർ വരെ ചെയ്യാം കേട്ടോ. ദിവസം കൂടുന്തോറും വൈനിന്റെ വീര്യം കൂടും. നല്ല മഴ, നല്ല ലക്ഷണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.